നിങ്ങൾ കുറച്ച് മര്യാദയ്ക്ക് സംസാരിക്കണം. ആനി ഒരിക്കലും അങ്ങനെ പറയരുത്. അപ്പൊ കാര്യങ്ങളെല്ലാം എളുപ്പമല്ലോ അല്ലേ? ജീവിതത്തിൽ കാര്യമായിട്ടൊന്നും സമ്പാദിച്ചിട്ടില്ല. നിനക്ക് എന്തറിയാടെ ഇവിടെ ഒരു കുടുംബം ജീവിച്ചു പോകുന്നതിനെ പറ്റി? ഇവിടെയാണ് എൻ്റെ തുടക്കം. ഞാൻ എടുത്തു വയ്ക്കുന്ന ഓരോ കാൽവയ്പും ഓരോ ചോദ്യത്തിനുള്ള മറുപടിയാണ്. ഓരോ പ്രായത്തിനും ഓരോ ശബ്ദമാണ്. നമസ്കാരം. റേഡിയോ സോണ 91.7 നിന്ന് അപ്പുണ്ണിയാണ്. ദ സൗണ്ട് ഓഫ് ഏജ്, ഒരു ചെറിയ ഷോർട്ട് ഫിലിമിന്റെ വിശേഷം പറയാനായിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ എത്തിയിട്ടുള്ളത്. ഒരുപക്ഷെ എൻ്റെയും നിങ്ങളുടെയും നമ്മുടെയും ഒക്കെ വീട്ടിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ സംഭവിച്ചേക്കാവുന്ന ഒരു പ്രമേയം, അനാഥമായി പോകുന്ന ഒരു വാർദ്ധക്യം. അതാണ് ഈ സിനിമ കൈകാര്യം ചെയ്യുന്ന വിഷയം. ആ സിനിമയുടെ പ്രൊഡ്യൂസർ ഇവിടെ ഖത്തറിൽ നിന്നുള്ള ഒരു പ്രവാസി മലയാളിയാണ്, സുരേന്ദ്രൻ വാഴക്കാട്. ഖത്തർ മലയാളികൾക്ക് വലിയ സുപരിചിതനല്ല, പക്ഷെ പ്രവാസമായി തുടങ്ങിയിട്ട് 14 വർഷമായില്ലേ? നമസ്കാരം. പ്രവാസം തുടങ്ങിയിട്ട് ഇപ്പോ 13-14 വർഷത്തോളം. ഇത് ആരാണ് എന്നുള്ളതാണ് ഇനി ഞാൻ അറിയിക്കുന്നത്. ഇത് നമ്മള് OTT പ്ലാറ്റ്ഫോമുകളിൽ ഇപ്പോ നീ സ്ട്രീമിലാണെങ്കിലും ശരി, റൂട്ട്സിലൊക്കെ ആണെങ്കിലും ശരി, ഏറ്റവും കൂടുതൽ ആളുകൾ തിരയുന്ന ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്. ദ സൗണ്ട് ഓഫ് ഏജ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം. ഒരു പുതുമുഖ സംവിധായകനാണ് ഈ ചിത്രത്തിന് പിന്നിൽ. ആ ചിത്രത്തിന്റെ നിർമ്മാതാവ് ഖത്തറിൽ നിന്നുള്ള ഒരു മലയാളിയാണ്, സുരേന്ദ്രൻ ജി. സുരേന്ദ്രൻ നമസ്കാരം. നമസ്കാരം. റേഡിയോ സുനോയിലേക്ക് സ്വാഗതം. അപ്പൊ എന്താണ് നമ്മുടെ ഈ ദ സൗണ്ട് ഓഫ് ഏജ് എന്ന ചിത്രത്തിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? അതിന്റെ ആ ഒരു എന്താ പറയുക, സ്റ്റാർട്ടിംഗ് സ്റ്റേജ് തൊട്ടുള്ള കാര്യങ്ങളൊന്നും പറയും. അതിന്റെ തുടക്കം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ സൗദിയിലായിരുന്നു വർക്ക് ചെയ്തത്. സൗദിയില് വൈഫ് ഞാൻ സൗദിയിലായിരുന്നു. വൈഫിന്റെ കൂടെ വർക്ക് ചെയ്ത സ്റ്റാഫിന്റെ ഹസ്ബൻഡാണ് ജിജോ ജോർജ്, ഇപ്പോ സംവിധായകൻ. അപ്പൊ എന്നോട് ജിജോ വിസിറ്റിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു സൗദിയിലേക്ക്. വൈഫിന്റെ അടുത്ത് വന്നപ്പോ എന്നോട് പറഞ്ഞു, അങ്ങനെ വന്ന് ഞങ്ങൾ കണ്ടു, സംസാരിച്ചു. അന്നേരം ഒന്നും സിനിമയെ കുറിച്ച് പറഞ്ഞിട്ടില്ല. പിന്നെ ഒരു നാട്ടിലൊക്കെ പോയ ശേഷമാണ് എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചു, ഇങ്ങനെ ഒരു സിനിമ എടുത്താലോ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലേക്കൊന്നും എത്തുന്ന ഒരു സിനിമയെ കുറിച്ചല്ല, ജസ്റ്റ് ഒരു ചെറിയൊരു ബഡ്ജറ്റ് കുറഞ്ഞൊരു സിനിമയായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷെ ഇത് അത്യാവശ്യം ബഡ്ജറ്റ് വന്നു. പിന്നെ ചെറിയ സിനിമ ആയില്ല. കാരണം ഞങ്ങൾ ഉദ്ദേശിച്ച ബഡ്ജറ്റിൽ ഒരു 3 ഇരട്ടിയുള്ളത് കേറിപ്പോയി. കാരണം നമ്മൾ ഉദ്ദേശിച്ച ആർട്ടിസ്റ്റ്, നമ്മളൊക്കെ ഒരു സാധാരണ ചെറിയൊരു സിനിമയാണ് ഉദ്ദേശിച്ചത്. ഇതിപ്പോ മുത്തുമണി കൈനഗിരി, എല്ലാവരും സിനിമകളുടെ ആൾക്കാരും, പിന്നെ വേറെ മ്യൂസിക് ബിജി ബാസാറും ചെയ്തു. അങ്ങനെ ഒരു എത്തിയത് കൊണ്ട് ഞങ്ങൾ ബഡ്ജറ്റ് കുറച്ച് കൂടിയിട്ടുണ്ട്. ബഡ്ജറ്റിന്റെ കാര്യം പറഞ്ഞല്ല. ഈ സിനിമ കൈകാര്യം ചെയ്യുന്ന വിഷയം വളരെ മനോഹരമായ ഒരു വിഷയമാണ്. അനാഥമായി പോകുന്ന വാർദ്ധക്യമുണ്ട്. എന്നും നമുക്കിടെ ഇടയിൽ സംഭവിക്കുന്നതാണ്, ലോകമെമ്പാടും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ വിഷയം കൈകാര്യം ചെയ്തിരിക്കുന്നത്. പക്ഷെ ഈ സിനിമയുടെ ക്ലൈമാക്സ് പോലെയുള്ള രംഗങ്ങൾ, ഇത് ചിത്രീകരിച്ചിരിക്കുന്ന രീതി, ശരിക്കും ഒരു വലിയ സിനിമ നമ്മൾ എങ്ങനെയാണോ കാണുന്നത് അത്തരത്തിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്, ഒരു വിഷ്വൽ ട്രീറ്റ്മെന്റ് ആണ് ഈ സിനിമ ഒരുക്കിയിട്ടുള്ളത് എന്നതിൽ സംശയമില്ല. അപ്പൊ ഏതൊക്കെ പ്ലാറ്റ്ഫോം? നീ സ്ട്രീമിലുണ്ട്, റൂട്ട്സിലുണ്ട് അല്ലെ? നെറ്റ് സ്ട്രീമിലും റൂട്ട്സിലും ഉണ്ട്. വളരെ നിസ്സാരമായിട്ട് കാണാൻ പറ്റും. ഒരു 3 റിയാല് ഖത്തർ റിയാല് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാവുന്ന ആർക്കും $1 വരുന്നുള്ളൂ. അതായത് 3 റിയാല് ഖത്തർ റിയാലേ വരുന്നുള്ളൂ. ആർക്കും നിസ്സാരമായിട്ട് ആപ്ലിക്കേഷൻ, ആമസോൺ പ്രൈം പോലത്തെ തന്നെ ആപ്ലിക്കേഷൻ ആർക്കും കാണാം. ഇപ്പോ OTT പ്ലാറ്റ്ഫോമുകളിൽ ധാരാളം സിനിമകൾ റിലീസ് ആവുന്നു. അതിൽ മികച്ച ഷോർട്ട് ഫിലിമുകൾക്കും സിനിമയോടൊപ്പം അത്രയും തന്നെ പ്രാധാന്യം ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ ഖത്തറിൽ നിന്നുള്ള ഒരു പ്രിയ സുഹൃത്ത് സുരേന്ദ്രൻ വാഴക്കാട്, അദ്ദേഹം നിർമ്മിച്ച ഒരു സിനിമ കൂടെ കോ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായിരുന്നു. ലിമ്മിയാൻഡ് ഒക്കെ എന്ന് പറഞ്ഞിട്ട്, പിന്നെ മാമ്പറ ഫൗണ്ടേഷൻ കോ പ്രൊഡ്യൂസേഴ്സ് ആണ്. അതോടൊപ്പം തന്നെ ഇപ്പൊ മുത്തുമണിയുണ്ട്, ചിത്രത്തിന്റെ സംവിധായകൻ ജിജു ആണ്. ബാക്കി ടീം മെമ്പേഴ്സ് ഒക്കെ എങ്ങനെയായിരുന്നു? കാരണം ഞാൻ പ്രിവ്യൂ കണ്ടപ്പോ തന്നെ ഭയങ്കര സാങ്കേതിക മികവ് തോന്നി. അപ്പൊ എങ്ങനെയൊക്കെയായിരുന്നു അത്? ഇതില് എല്ലാവരും സിനിമയുടെ ആൾക്കാരാണ്. പിന്നെ ഞങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് കുറച്ച് ആൾക്കാരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അനാഥാലയങ്ങൾ ഒക്കെ സന്ദർശിക്കുന്ന ഒരു ദിവ്യ കൗൺസിലറാണ്. ദിവ്യ
കുറച്ച് ഹെൽപ്പും കാര്യങ്ങളും എനിക്കൊരു ഈ കഥയുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് കഥകൾ കുറെ കാര്യങ്ങൾ കുറെ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് ദിവ്യ കുറെ ഹെൽപ്പ് ചെയ്തൊരു ആളാണ്. പിന്നെ ഈ സിനിമയിൽ എല്ലാവർക്കും അറിയാവുന്ന ആൾക്കാർ തന്നെയാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ ജിജോ, ഷാൻ കല്ലായി, ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ക്രൂ എന്ന് പറയുമ്പോൾ രഞ്ജിത്ത് മന്ത്രക്കാട്ട്, ജിജോ, ജിൻസൺ, മുത്തുമണി, രോഷ്നി, ഷാൻ കല്ലായി ആണ് അസോസിയേറ്റ് ചെയ്തത്. ക്യാമറ നവീൻ ശ്രീറാം മനോഹരമായിട്ട് ചെയ്തു, നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ക്യാമറ കാണുന്ന ആർക്കും മനസ്സിലാവും, ആ ഒരു കാര്യങ്ങളൊക്കെ പെർഫെക്ഷൻ എല്ലാവർക്കും മനസ്സിലാവും. ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടും പറഞ്ഞൊരു കാര്യം ക്യാമറയെ കുറിച്ചിട്ട് നല്ല അഭിപ്രായം, വളരെ നല്ല അഭിപ്രായം. എത്ര നാളുകൊണ്ടായിരുന്നു ഷൂട്ട് ചെയ്തതൊക്കെ? ഷൂട്ട് ഒരു 8-10 ദിവസം എടുത്തു തീരാൻ. പക്ഷെ ഞങ്ങൾ എന്നിട്ടും തീർന്നില്ല. പിന്നെ ഞങ്ങൾ കൊറോണയൊക്കെ വന്നതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് പാരഷൂട്ട് ഉണ്ടായിരുന്നു. അതിനു വേണ്ടി ഓരോ സ്ഥലം കിട്ടി. കൊറോണ കിട്ടാത്തത് കൊണ്ട് ഒരു ബുദ്ധിമുട്ട് വന്നു. പിന്നീട് അടിച്ചെടുത്തു എന്ന് പറയും. വളരെ മനോഹരമായിട്ട് ഒരു മഴയുടെ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ആയിട്ടുള്ള നമുക്കിടെ ഒരു ഭാഗ്യം, സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ ഞങ്ങൾ അതിന്റെ പ്രിവ്യൂ കണ്ടിരുന്നു. അതിനുശേഷമാണ് ഈ സിനിമയുമായിട്ട്, ഈ ഷോർട്ട് ഫിലിമുമായിട്ട് ഞങ്ങൾ അസോസിയേറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. റേഡിയോ സോൺ 91.7 FM ആണ് ഈ സിനിമയുടെ ഒഫീഷ്യൽ റേഡിയോ പാർട്ട്നേഴ്സ്. അപ്പോൾ ദ സൗണ്ട് ഓഫ് ഏജ് എന്ന ഈ ചിത്രം നിങ്ങൾ എല്ലാവരും കാണുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അനാഥമായി പോകുന്ന ഒരു വാർദ്ധക്യമാണ് ഈ ചിത്രത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. ഒരുപക്ഷെ എൻ്റെ വീട്ടിലോ നിങ്ങളുടെ വീട്ടിലോ നമ്മുടെ വീട്ടിലോ ഒക്കെ സംഭവിച്ചു പോയേക്കാവുന്ന അല്ലെങ്കിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഷോർട്ട് ഫിലിം എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും സുരേന്ദ്രൻജി, ഒരുപാട് സന്തോഷം. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ, പ്രേക്ഷകർ എല്ലാവരും സിനിമ കാണട്ടെ, ഈ OTT പ്ലാറ്റ്ഫോമിലൂടെ കാണട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയും വലിയ സിനിമയുടെ നിർമ്മാതാവായി വരാൻ താങ്കൾക്കും ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ആശംസിക്കാൻ. താങ്ക് യു.